കാക്കക്കറുമ്പി. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാഭ്യാസൻ. രാത്രി കുളക്കടവിൽ ആരവിനു വേണ്ടി മൗനിക കാത്തിരുന്നു, തൻ്റെ സന്തോഷം ആരവിനോട് പറയാൻ. പുറകിൽ കാലച്ച കേട്ടതും മൗനിക ചാടി എഴുന്നേറ്റ് ആരവിനെ കെട്ടിപ്പിടിച്ചു. ആരവിന് വിശ്വസിക്കാനായില്ല. ആരവ് സന്തോഷം കൊണ്ട് അവളെ ഇറുകെ പുണർന്നു. ഞാൻ കരുതിയില്ല എനിക്ക് ഇത്ര കഴിവുണ്ടെന്ന്. കരിമി കരിവിളക്ക് എന്ന് വിളിച്ചവർക്കിടയിൽ ഒരു നിമിഷമെങ്കിലും ഞാൻ ജയിച്ചല്ലോ മാഷേ, അത് മതി എനിക്ക്, മൗനിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി നീ ജയിക്കും, ഉയരങ്ങളിലെത്തും, കൂടെ ഈ ഞാൻ കാണും, ആരോ മൗനികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രണയത്തോടെ പറഞ്ഞു. ഏട്ടൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മരണത്തിൽ പോലും ഞാൻ ജയിച്ചു വരും. ആഗ്രഹിച്ചു പോവുക ഒന്ന് സ്വപ്നം കാണുവാൻ, കണ്ടോട്ടെ ഞാൻ, ആരവിൻ്റെ കണ്ണുകളിൽ നോക്കി മൗനിക ചോദിച്ചു. ഈ ആരവ് ഈ ജന്മത്തിൽ നിനക്കുള്ളതാ, നിനക്ക് മാത്രമുള്ളതാണ്, ആരോ മൗനികയുടെ ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് പ്രണയത്തോടെ പറഞ്ഞു. നേരം പുലർന്നു. എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. ആരവേട്ടൻ്റെ അമ്മ കൊള്ളാല്ലേ? നാനിക ചിരിയോടെ തൻ്റെ അമ്മയോട് ചോദിച്ചു. പിന്നെ ഒറ്റ ആളായി നിന്ന് മക്കളെ വളർത്തിയെടുത്തല്ലോ, എനിക്ക് പോലും ആകുന്നില്ല, സുചിത്ര പറഞ്ഞു. മൗനിക മൗനമായി ആരവനെ നോക്കി. ആരവും മൗനമായി മൗനികയുടെ കണ്ണുകളിൽ പ്രണയത്താൽ ആഴ്ന്നിറങ്ങി. ആ നോട്ടം മൗനികയിൽ വല്ലാതെ കുളിരേകി. മൗനിക നാണത്താൽ തല താഴ്ത്തി. ആരവ് ചിരിയോടെ പുറത്തെ കാഴ്ച നോക്കി. സ്കൂളിൽ രണ്ടുപേരും പോയി. മൗനികയെ കണ്ടതും, കരിവിളക്ക് ഇപ്പോൾ പ്രശസ്തിയായല്ലോ, നാളെ നമ്മളെക്കാളും വലിയ ആളാകുമോ എന്തോ, മീര കുശുമ്പോട് ചോദിച്ചു. മൗനിക അപ്പോഴും ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് തൻ്റെ കസേരയിലിരുന്നു. ടീച്ചറേ, മൗനിക വലിയ ആളായാൽ നമുക്കല്ലേ അഭിമാനം. നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരാൾ ഉന്നതങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം. ആരവ് ചിരിയോടെ പറഞ്ഞതും ആരും ഒന്നും മിണ്ടിയില്ല. ആരവ് മൗനികയെ നോക്കി കണ്ണുറുക്കിക്കൊണ്ട് തൻ്റെ ക്ലാസ്സിലോട്ട് പോയി. വൈകുന്നേരം മൗനിക വീട്ടിൽ കയറിയതും കുടിച്ച് ഉമ്മറത്തിൽ കിടക്കുന്ന കാർത്തികിനെ കണ്ട് മൗനിക ഞെട്ടലോടെ അമ്മയെ നോക്കി. മോളെ, ഇവൻ ഈ കുടുംബം നോക്കുമെന്ന് ഒരു വിശ്വാസവും വേണ്ട, എൻ്റെ കൊച്ചിൻ്റെ വിധി, തലയിലടിച്ചുകൊണ്ട് സുചിത്ര കരഞ്ഞു. ഞാൻ നോക്കും, അവളെ ഞാൻ തോൽപ്പിക്കും, എനിക്കിഷ്ടമില്ല ആ കരിവിളക്കിനെ. കാർത്തികിൻ്റെ നാവ് മന്ത്രിക്കുന്നത് കേട്ട് മൗനികയുടെ ഹൃദയം മിങ്ങി. മൗനിക ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിൽ പോയി കഥകടച്ച് കഥകൾ ചാരിന്ന് കണ്ണുകളടച്ച് പൊട്ടിക്കരഞ്ഞു. ആരോ ഉമ്മറത്തിൽ വന്നപ്പോൾ കാർത്തികിനെ കണ്ടു. മോനി കണ്ടോ, ഇവനിപ്പോൾ ഈ ശീലവും തുടങ്ങി, എന്തു ചെയ്യാനാ മോനി, എൻ്റെ മോളുടെ ഒരു വിധി, സുചിത്ര തലയിലടിച്ച് കരഞ്ഞു. അമ്മ ആദ്യം ഇവനകത്തുകൊണ്ട് കിടത്ത്, നാണക്കേടാണ് നാട്ടുകാർ കണ്ടാൽ, ആരോ പറഞ്ഞുകൊണ്ട് കാർത്തികിനെ പൊക്കിക്കൊണ്ട് അവൻ്റെ മുറിയിൽ കിടത്തി. നേരം പുലർന്നു. കാർത്തിക് ഉമ്മറത്തിലിരുന്ന് ചായ കുടിക്കുന്നു. കാർത്തി, മൗനിക അടുത്തൊന്ന് വിളിച്ചു. കാർത്തിക് വിളിയേട്ടും കേൾക്കാത്തവനെ പോലെ ഇരുന്നു. സുചിത്രയും എനിക്കയും ഉമ്മറത്തിൽ വന്നു. കാർത്തി, മൗനിക പിന്നെയും വിളിച്ചു. എന്താ, ഞാൻ പൊട്ടനല്ല, ചെവി കേൾക്കാം, കാർത്തിക് അമർഷത്തോടെ പറഞ്ഞു. നീ കുടിക്കാനും തുടങ്ങിയല്ലയോ, ഇതിനൊക്കെ നിന്റെ കയ്യിൽ എവിടെന്നാ പൈസ, മൗനിക ചോദിച്ചു. അത് നീ എന്തിനാ അറിയുന്നേ, എൻ്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട, അതെനിക്കിഷ്ടമില്ല, കാർത്തിക് മുഖം നോക്കാതെ പറഞ്ഞു. മോനി, നീ ഏതോ ഒരു കുരുക്കിൽ ചെന്ന് വീണു, അത് ഈ ചേച്ചിക്ക് മനസ്സിലായി. ഈ ചേച്ചി കഷ്ടപ്പെടുന്നതും ജീവിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയാ മക്കളെ, അതാരും മറക്കരുത്. എൻ്റെ ലോകം നിങ്ങളാ, നിങ്ങൾ രണ്ടുപേരും നല്ല നിലയിൽ ജീവിച്ചു കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അതെന്താ നീ മനസ്സിലാക്കാത്തത്, ഇടർച്ചയോടെ മൗനിക ചോദിച്ചു. ചേച്ചിയോട് ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, ഈ ചീപ്പ് സെൻറ്റിമെൻ്റ് കൊണ്ടൊന്നും വരില്ലേ, കാർത്തിക് ചാടി എഴുന്നേറ്റ് പുച്ഛത്തോടെ പറഞ്ഞു. മൗനിക ചിരിയോടെ അമ്മയെ നോക്കി. മൗനികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ ചേച്ചി, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, വെറുതെ ഉപദേശം തന്ന് ക്ഷീണിക്കണ്ട, നാനി അടുത്തൊന്ന് പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി.
ശരിയാ, ചേച്ചി മറന്നതും ഇതൊക്കെ തന്നെയാ, മൗനിക പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി. അമ്പലത്തിൽ പോയി കൈകൾ കൂപ്പി മനസ്സുരുക്കി മൗനിക പ്രാർത്ഥിച്ചു. ആ കണ്ണുകൾ അറിയാതെ നിറയുന്നുണ്ടായിരുന്നു. മൗനികയുടെ ഹൃദയം ഭാരം കൊണ്ട് തുടിക്കാൻ മറന്നു. ചേർത്ത് പിടിക്കാൻ ഈ കരമുള്ളപ്പോൾ തളർന്നു പോകുന്നത് എന്തിനാ പെണ്ണി? ആരവിന്റെ വാക്കുകൾ കേട്ട് മൗനിക പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. മുന്നിൽ ചിരിയോടെ ആരവ് നിൽക്കുന്നത് കൊണ്ട് മൗനികയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. പ്രസാദം മേടിച്ചുകൊണ്ട് രണ്ടുപേരും ആൽമര ചുവട്ടിലിരുന്നു. കുറച്ചുനേരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. കിളികളുടെ നാദസ്വരം കേട്ട് മൗനമായിരുന്നു. എനിക്കും ജീവിക്കണം, മൗനിക പെട്ടെന്ന് പറഞ്ഞു. ആരോ മൗനികയെ നോക്കി. എനിക്ക് ജീവിക്കണം, ഇതുവരെ ജീവിക്കാൻ മറന്ന ജീവിതം ഇനിയും ജീവിക്കണം, മൗനിക പിന്നെയും പറഞ്ഞു. മൗനികയുടെ വാക്ക് ഉറച്ചതായിരുന്നു. ആരോ ചിരിയോടെ മൗനികയെ നോക്കി. ഇതുവരെ ആർക്കു വേണ്ടി ജീവിച്ചു, കിട്ടിയതോ നുറങ്ങുന്ന വേദനയും. ഇനി മുതൽ ഞാൻ അങ്ങോട്ട് എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. ആരോ ചിരിയോടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. മൗനിക ശമ്പളം മേടിച്ചുകൊണ്ട് ചിരിയോടെ വീട്ടിൽ വന്നു. മൗനികയെ കാത്ത് കാർത്തികും നൈനികയും. മൗനിക രണ്ടുപേരെയും കണ്ട് ഒന്നും മിണ്ടാതെ അകത്തുപോയി. ചേച്ചി, എക്സാം ഫീസ് അടയ്ക്കണം, കാർത്തിക് പുറകെ നടന്നോണ്ട് ചോദിച്ചു. മൗനിക ഒന്നും മിണ്ടാതെ നടന്നു. ചേച്ചി, മേക്കപ്പ് സെറ്റൊക്കെ തീർന്നു, അത് മേടിക്കണം. നൈനികയും തന്റെ ആവശ്യങ്ങൾ നിരത്തി. ഇതൊക്കെ ഒന്നും മിണ്ടാതെ അടുക്കള വാതിലിൽ നിന്ന് സുചിത്ര നോക്കിയിരുന്നു. അമ്മേ, നല്ല തലവേദന, കുറച്ച് കിടക്കട്ടെ, മൗനിക പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി കഥ കടച്ചു. ഓ ജാടാ, ഇവൾ മാത്രമല്ലേ ഉണ്ടാക്കുന്നത്, പുച്ഛത്തോടെ നൈനിക പറഞ്ഞു. ഏറെ നേരം കഴിഞ്ഞ് മൗനിക പുറത്തു വന്നു. അമ്മേ, വിശക്കുന്നു, ടേബിളിൽ വന്നിരുന്നുകൊണ്ട് മൗനിക ചോദിച്ചു. സുചിത്ര അത്താഴെടുത്ത് മൗനികയുടെ മുന്നിൽ വെച്ചു. ചേച്ചി, ഞങ്ങൾ പറഞ്ഞ കാര്യം, നൈനിക ചോദിച്ചു. അതൊന്നും മൗനിക കേൾക്കാതെ. അമ്മേ, ഈ മാസത്തെ വീട്ടു ചെലവിനുള്ളത് കുറച്ച് പൈസ അമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് മൗനിക പറഞ്ഞു. സുചിത്ര ചിരിയോടെ അതിനെ മേടിച്ചു. ചേച്ചി, അപ്പോൾ ഞങ്ങൾ ചോദിച്ചതോ? കാർത്തിക് അമർഷത്തോട് ചോദിച്ചു. മൗനിക അതൊന്നും കേട്ട ഭാവം കാണിച്ചില്ല. മൗനിക കഴിച്ചുകൊണ്ടിരുന്നു. അമ്മേ, സാറ് കഴിച്ചോ? പെട്ടെന്ന് ഓർമ്മ വന്നുള്ള പോലെ മൗനിക ചോദിച്ചു. ആ മോളെ, കഴിച്ചിട്ട് പോയി. ചേച്ചി കളിക്കുവാണോ? ഞങ്ങൾ ചോദിച്ചത് കേട്ടില്ലേ? നൈനിക ദേഷ്യത്തിൽ ചോദിച്ചു. കേട്ടു, മൗനിക നൈനികയുടെ മൂത്ത് നോക്കി ചിരിയോടെ പറഞ്ഞു. കേട്ടിട്ടും ഒന്നും പറയാത്തതെന്താ? ഞങ്ങൾക്കും ആവശ്യങ്ങളുണ്ടല്ലോ, കാർത്തിക് ഇടക്കേറി പറഞ്ഞു. ഉണ്ടെങ്കിൽ കാശുണ്ടാക്കണം, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് എനിക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്നു. അന്നം മുട്ടില്ല, അതിനുള്ള പൈസ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ ഉണ്ടാക്ക്, മൗനിക പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയതും രണ്ടുപേരും സ്തംഭിച്ചിരുന്നു. ഭൂമിയോളം അവൾ താഴ്ന്നു, നിങ്ങൾ അവളെ ചവിട്ടി അരച്ചു, അതുകൊണ്ട് അവൾ ജീവിക്കാൻ പഠിച്ചു, അവളും ഒന്ന് ജീവിച്ചോട്ടെ. സുചിത്ര അടുത്തൊന്ന് രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞോണ്ട് പോയി. രണ്ടുപേരും ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ മുറിയിൽ പോയി കതകിനടച്ചു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം മൗനിക എഴുന്നേറ്റ് ആരവിൻ്റെ അടുത്ത് പോയി. മൗനിക വരുമെന്ന വിശ്വാസത്തിൽ ആരോ ഉറങ്ങാതെ കാത്തിരുന്നു. മൗനികയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നതാണെന്ന് ആരോ ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ മടിയിലിരുത്തി. അവളും കൈകൾ കൊണ്ട് ഇറുകെ പറ്റിച്ചേർന്നു. ഇന്നെനിക്ക് നല്ല സന്തോഷം തോന്നുന്നു മാഷി, മൗനിക മെല്ലെ പറഞ്ഞു. അത് മനസ്സിലായി. അവളുടെ കഴുത്തിൽ ചെറു കടി കൊടുത്തുകൊണ്ട് പ്രണയത്തോടെ ആരോ പറഞ്ഞു. മാഷി പറഞ്ഞത് എത്ര ശരിയാ, നമുക്ക് വേണ്ടി ജീവിതം ജീവിക്കാൻ തുടങ്ങുമ്പോൾ സന്തോഷം 100 ഇരട്ടിയാണെന്ന്. ആരോ ഒന്നും മിണ്ടാതെ അവളുടെ കഴുത്തിൽ പ്രണയത്തോടെ ചുംബിച്ചു. ആരോ അവളെ മെല്ലെ കട്ടിലിൽ കിടത്തി. അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുമായി ഉടക്കി. ഈ മൗനിക ഇനി കരയാൻ പാടില്ല, നിന്റെ സന്തോഷം അതിൽ ജീവിക്കാൻ നോക്ക്. ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, ഇനി നിനക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജീവിക്കാൻ നോക്ക്.
ആരോ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. മൗനിക മൗനമായി ചിരിച്ചു. ആരോ അവളുടെ വയറ്റിൽ തൻ്റെ കൈകൊണ്ട് പിടിച്ചമർത്തി. മൗനികയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. ആരോ മൗനികയുടെ ചുണ്ടിനെ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ബന്ധിച്ചു. മൗനികയുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചിറക്കി. ആരോ മൗനികയുടെ മേൽചുണ്ടിനെ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് നൂർന്നു. അവൾക്കത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. ആരോ മെല്ലെ അവളുടെ ചുണ്ടിനെ അവൻ്റെ ചുണ്ടിൽ നിന്ന് വേർപെടുത്തി. മൗനിക അവനെ തട്ടിമാറ്റിക്കൊണ്ട് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആരോ ചുണ്ടിനെ തുടച്ചുകൊണ്ട് ചിരിയോടെ എഴുന്നേറ്റു. തുടരും.